ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1783. ഇന്ന് നവംബർ മാസം 17-ാം തീയതി 322-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. പരിശുദ്ധ സുറിയാനി സഭയെ സംബന്ധിച്ച് സക്കറിയ പുരോഹിതനെ ദൈവമയച്ച ദൂതൻ സന്ദർശിച്ച ദിനമാണ്. അതും ദേവാലയത്തില് അതിവിശുദ്ധ സ്ഥലത്ത് അത്യപൂർവമായി ലഭിക്കുന്ന ധൂപാർപ്പണത്തിന്റെ അവസരത്തില്. സഭയുടെ ആരാധനയുടെ കലണ്ടർ ആരംഭിച്ചിട്ട് 3-ാമത്തെ ഞായറാഴ്ചയാണ്. സഭയുടെ ശുദ്ധീകരണ ഞായറും അത് ഹൂദോസീത്തോ ആയിരുന്നു. സഭയുടെ പ്രതിഷ്ഠയുടെ ഒരു പുനരാരംഭത്തിന്റെ ഞായർ അത് ഹൂദോസീത്തോ. ആ 2 ഞായറാഴ്ചയും കഴിഞ്ഞ് വരുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടാവുന്നു. സ്വയം ഒന്ന് ശുദ്ധീകരിക്കാനായിട്ട്, തുടർന്ന് ഏറ്റവും നന്നായിട്ടൊന്ന് ആരംഭിക്കുവാനായിട്ട്, അത്തരമൊരു തുടക്കം കുറിക്കാനായിട്ട് തയ്യാറാവുന്ന പരിശ്രമിക്കുന്ന ഏതൊരാളുടെ മുമ്പിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായി മതിയാവും. സ്കറിയ പുരോഹിതനോട് ദൈവത്തിന്റെ അരുളപ്പാട് ദൂതൻ അറിയിക്കുകയാണ്. ഭൂമിയില് കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കുക, ഏതാണ്ട് 9 മാസക്കാലം ആ ഒരു അനുയാത്രയുടെ ഭാഗമാകുക, ഒടുവില് വേദനയോടുകൂടി പ്രസവിക്കുക, തുടർന്നും കുഞ്ഞുങ്ങളെ പരിപാലിക്കുക, വളർത്തുക, അത്തരം ജോലികളൊക്കെ അതൊരു ജോലിയാണേലും കർത്തവ്യമായാലും ദൗത്യമായാലും സ്ത്രീകളുടെ മാത്രമാണെന്നൊരു ധാരണയുണ്ട്. ആ ധാരണ ഞങ്ങൾ സമർത്ഥന്മാരായ പുരുഷന്മാര് ഏതൊക്കെയോ കാലത്ത് കൃത്രിമമായി സമ്മർദ്ദിച്ച് അങ്ങനെ ആക്കിവെച്ചതാണ്. അതിനെ ഒന്ന് പൊളിച്ചെഴുതുന്ന ഒരു ഞായർ ദിനം കൂടിയാണ് ഇന്ന്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷത്തില് ആദ്യ അധ്യായം. ഈ ദിനങ്ങളില് അതൊക്കെ കാര്യമായിട്ടൊന്ന് വായിക്കേണ്ടതാണ്. പറയുമ്പോൾ അവിവേകമായി തീർച്ചയായിട്ടും തോന്നാം. കേൾക്കുമ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ അനിഷ്ടവും ഉണ്ടാവാം, എതിർപ്പും പരിഭവവും ഉണ്ടാവാം. എന്നാലും ഈ ഒരു ആശയം പങ്കുവെക്കാതിരിക്കാൻ കഴിയുന്നില്ല. പങ്കുവച്ചേ മതിയാവും. സ്ത്രീ മാത്രം പോരാ ഗർഭം ധരിക്കേണ്ടത്. ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കേണ്ടത് പുരുഷൻ കൂടിയാണ്. അങ്ങനെയാണ് ഈ പുരോഹിതന് ഈ ഒരു വേദഭാഗത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവവചനത്തില്, ദൈവത്തിന്റെ വാഗ്ദാനത്തില് അവിശ്വസിച്ചതിന്റെ പേരില് 9 മാസക്കാലം മൗനമെന്ന ശിക്ഷ കിട്ടിയെന്നൊക്കെ വായിക്കുമ്പോൾ തോന്നുമെങ്കിലും അത് വിട്ട് അതൊരു ഏറ്റെടുക്കലായിരുന്നു. അങ്ങനെ സക്കറിയ പുരോഹിതൻ കൂടി ഗർഭം ധരിച്ചിട്ടാണ് യോഹന്നാൻ മാബ്ദാന പിറവിയെടുത്തത്. ഭൂമിയിലെല്ലാ പുരുഷന്മാരും, ഭൂമിയിലെല്ലാ ഭർത്താക്കന്മാരും അപ്പന്മാരായി രൂപാന്തരപ്പെടുമ്പോൾ ഇതുകൂടി ഒന്ന് പരിഗണിക്കണമേ എന്നുള്ള വലിയൊരു അപേക്ഷയോടുകൂടി. ആമേൻ.